ആവശ്യത്തിനനുസരിച്ച് ഈമാനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, പരീക്ഷിക്കപ്പെടും. ചിലർക്കാരെ കഴിച്ചാൽ ഞാൻ പണ്ട് ഇങ്ങനെ കുതിരഴിച്ച കാലത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ചിലർക്കാരെ അങ്ങനെ പറയാം അല്ലെ, ഒരിങ്ങനെ പൊട്ടിത്തെറിച്ച് നടന്ന സമയത്തൊന്നും ഞാൻ അങ്ങനെ ഹറാമോ ഹലാലൊന്നും നോക്കാതെ ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു പ്രശ്നമില്ല. ഇപ്പൊ നന്നാകാൻ തുടങ്ങിയപ്പോൾ പിന്നെ നേരെ കെട്ടിയിരിക്കണം പഠിച്ചു. അങ്ങനെ തന്നെ ഉണ്ടാകുക. നന്നാവുമ്പോ തന്നെയാണ് പഠിച്ചോ ടെസ്റ്റ് ചെയ്യുക. എന്താ വെച്ചാൽ ഈ നന്നാകല് ശരിയാണോ എന്നുള്ളതാണ് നോക്കുന്നത്. ഈ നന്നാകൽ ഇഖ്ലാസ് ഉണ്ടോന്ന്, ഇത് കാര്യമായിട്ട് നന്നായി തന്നെയാണോ എന്ന് പഠിച്ചോ എന്ത് ചെയ്യാണ്, നോക്കണം. അപ്പൊ അതുകൊണ്ട് പ്രവാചകന്മാർ, ഈ ഖുർആന്റെ ചരിത്രം മുഴുവൻ അതെന്താ വെച്ചാൽ ഈ ഖുർആനിൽ കാണുന്ന ഈ പ്രവാചകന്മാരുടെ ചരിത്രം, ഇബ്രാഹിം നബിന്റെ ചരിത്രം അല്ലെ, വാപ്പാക്കെതിരെയുള്ള യുദ്ധം അല്ലെ, ഒരു പിതാവിനെതിരെ ഒരു മകൻ പ്രതികരിക്കാന്ന് പറയുമ്പോ അത് അത്രയും കുടുങ്ങിയിട്ടാണ് അല്ലെ. വന്നാലും ആ വാപ്പാനോട് പുലർത്തുന്ന നിലപാടുകൾ, യാ അബത്തി എന്റെ പൊന്നുപ്പ അല്ലെ, അങ്ങനെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നു അല്ലെ, ആ തീകുണ്ടാരത്തിൽ എറിയപ്പെടുന്നു. എന്നിട്ട് എന്താണ് വാർദ്ധക്യത്തിൽ തന്നെ മക്കളില്ലാതെ വാർദ്ധക്യത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് അവസാനം സന്താനത്തെ കൊടുക്കണം. എന്നിട്ട് ആ സന്താനത്തെ ഓരോ എന്താണ് ആളും മനസ്സിലില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി ആക്കണം എന്ന് പറയണം. ആലോചിക്കി, ആളും മനസ്സിലില്ലാത്ത മൊബൈലിൽ വിളിച്ചു നോക്കാനോ വീഡിയോ കോൾ വിളിച്ചാലൊന്നും പറ്റൂല, കൊണ്ടയിട്ട് പോരുകയാണ് അല്ലെ. ആളും മനസ്സിലില്ലാത്തൊരു സ്ഥലത്ത് അത് കൊണ്ടയിട്ട് പോരുകയാണ്. ഒരു സംവിധാനം ഇല്ലാത്ത കാലത്താണ് ഇതൊക്കെ. എന്നല്ല നമ്മള് എവിടെയെങ്കിലും കൊണ്ടാക്കിയാണ് നമ്മള് നാലിട്ടും വിളിച്ചു നോക്കണ മാതിരിയല്ല തോന്നും. എന്നിട്ടോ ആ കുട്ടി ഒരു വലിപ്പായപ്പോ അതിനെ അറക്കണമെന്ന് പറയാം, സ്വപ്നം കാണുക. എന്നിട്ട് അറക്കാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പും നടത്തണം. ഇതൊക്കെ ഓരോ പ്രവാചകന്മാര് അനുഭവിച്ച പ്രതിസന്ധികളാണ് അല്ലെ. മൂസാ നബി, ഓരോ പ്രവാചകന്മാരുടെ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇങ്ങനെ എത്താൻ മൂസാ നബിന്റെ ഇടക്കിടക്ക് പറയും അല്ലെ, വൈദ്യനാഥ മൂസ വിളിച്ചപ്പോ അങ്ങനെ കുറച്ച് നബിന് മക്കാമുശ്രിക്കുടെ കാര്യം ഇങ്ങനെ പറയും, ഓരോ ഉപദേശിക്കും. അപ്പൊ ഒരു ഉപദേശം കൈക്കൊള്ളൂല, ഒരു നബിനെ അങ്ങനെ പറഞ്ഞറിയും. എന്നിട്ട് പിന്നെ അടുത്ത നേരം കൊണ്ടുവരും ആദുക്കോ സമൂദുക്കോ അല്ലെങ്കിൽ മൂസാ നബിന്റെ വിഷയത്തിൽ വരും. എന്നിട്ട് അതൊക്കെ എന്താണ്, ഇതിന്റെ മുമ്പും ഇതിനേക്കാൾ അക്രമം നടന്നിട്ടുണ്ട്, ഇതിനേക്കാൾ അനുസരണക്കേടുള്ള സമൂഹത്തെ പ്രവാചകന്മാര് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. ഇതൊന്നും ഇവര് പറഞ്ഞത് കേൾക്കാനാവുമ്പോൾ നബിക്ക് വിഷമം വരണേ. ഇത് പറഞ്ഞത് കേൾക്കാതെക്കുമ്പോൾ നബിന്റെ വിഷമം എന്താ വെച്ചാല്, ഒന്ന് പറഞ്ഞിട്ട് കേൾക്കാത്ത വിഷമം. രണ്ടാമത് എന്താ വെച്ചാല്, ഈ പറഞ്ഞ് കേൾക്കാത്തത് ആരാണ് അറിയുന്നത്, നാട്ടുകാരും കുടുംബക്കാരുമാണ്. ഒരു സത്യത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നബിക്ക് കൂടുതൽ ടെൻഷനാകാണ്. കാരണം ഒരു നരകത്തിനാണല്ലോ പോകുന്നത്, നബിക്ക് സങ്കടം വരികയാണ്. അപ്പൊ നബി വീണ്ടും ടെൻഷനാകാണ്. അപ്പോൾ മൂസാ നബിന്റെ കഥ പറഞ്ഞു കൊടുക്കും. മൂസാ നബിന്റെ സമുദായം അനുസരണക്കേട് കാട്ടിയത്, ഇതിനേക്കാളൊക്കെ അനുഗ്രഹങ്ങൾ ചെയ്ത. അപ്പൊ ഇങ്ങനെ ഓരോ ആരോപണങ്ങൾ ഇസ്ലാമിന്റെ പേരില് ജാഗാസിന് മറ്റേ കുറേശ്ശികൾ നബിനെ കളിയാക്കുണ്ടല്ലോ. ജാഗാസിന് അതിറക്കി, സ്വർണത്തിന്റെ ഇതിറക്കി വീടിറക്കിക്കൊണ്ട് മറ്റേതിറക്കി മേഘത്തിൽ പഠിച്ചോങ്ങനെ താഴത്തേക്ക് വന്നിട്ട് കാണിച്ചോണ്ട. അതുവരെ പറഞ്ഞു എന്റെ പഠിച്ചോങ്ങനെ മേഘത്തൂടെ ഇറങ്ങി വന്നിട്ട് ഞങ്ങൾക്ക് കാണിച്ചോണ്ട എന്റെ പഠിച്ചോനെ, അല്ലാണ്ട് പഠിച്ചോനെ സാധനം ഇറക്കിക്കൊണ്ടിട്ട്. അങ്ങനെ എന്തൊക്കെയാണ് അവര് നബിനോട് ചോദിച്ച്. അവസാനം നബിക്കെന്നെ തോന്നിയത്, അല്ല അങ്ങനെ അള്ളാഹ് കാണിച്ചു കൊടുത്തൂടെ, എന്നാ ഇവരൊക്കെ വിശ്വസിച്ചൂലേ. അങ്ങനെ അള്ളാഹ് അവസാനം നബിനോട് ചോദിക്കുന്നുണ്ട്, ഈ പറഞ്ഞതൊക്കെ ഞാൻ ഒരു കാണിച്ചു കൊടുക്കാം, ഒരാവശ്യപ്പെട്ടത് മുഴുവൻ എന്ത് ചെയ്യാം ഞാൻ കാണിച്ചു കൊടുക്കാം. പക്ഷേ പിന്നെ അവര് വിശ്വസിച്ചില്ലെങ്കിൽ അവരെ മുഴുവൻ നശിപ്പിച്ചു കളയുന്നത്. എന്നിട്ടും ഒരു വിശ്വസിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, ഓരോ നശിപ്പിക്കുന്ന നബി പറയുന്ന മാറ്റാണ്. കാരണം ഓരോ സ്വഭാവം നബിക്കറിയാം. കണ്ടാലും വിശ്വസിക്കൂല, ഓര് വിശ്വസിക്കാൻ വേണ്ടിയല്ലതൊന്നും പറയണത് എന്ന് അവസാനം നബിക്ക് മനസ്സിലായി. അപ്പോൾ നബി ഒന്ന് അങ്ങനെ വേണ്ടെന്നാ പറഞ്ഞു. ഇസ്രായേൽ സൂറത്തു ഇസ്രായേലിന്റെ അവസാനത്തെ കുറച്ച് 90 തുടങ്ങിയ കുറച്ച് ആയത്തുകളിൽ ഒരു പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ എണ്ണട്ടിട്ട് പഠിച്ചോ പറയണ്ട്, ഒരു അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി അത് കാണിച്ചാൽ ഞങ്ങൾ വിശ്വസിച്ച മറ്റേ ഈത്തപ്പന തോട്ടം ഉണ്ടാക്കിക്കൊണ്ട ഇവിടെ മരുഭൂമിയില്, അപ്പൊ ഞങ്ങൾ വിശ്വസിക്കാം. അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അവസാനം പഠിച്ചോ പറഞ്ഞ അതൊക്കെ ഞാൻ കൊടുക്കാം, എന്ത് ചെയ്യും ആയത്തില്ല ഹദീസിൽ കാണാൻ പറ്റും. ഇതൊക്കെ കൊടുത്താൽ ഒരു വിശ്വസിനെ ഒരു നശിപ്പിക്കുന്നവരെന്ന നബി പറയും. സഹോദരങ്ങൾ, അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ ഓർമ്മപ്പെടുന്നത്, ഇതൊക്കെ ഇത് സമൂഹങ്ങളൊക്കെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനേക്കാൾ ഇടങ്ങാറുടിച്ച സമൂഹത്തൊക്കെ പ്രവാചകന്മാർ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മപ്പെടുത്തണം. അപ്പൊ അത് ഒരു ജീവിതത്തിൽ, അപ്പൊ നമ്മളറിയാം നമുക്ക് ഒരു പ്രയാസം വരുമ്പോ നമ്മള് അള്ളാഹുവിലേക്ക് അടുക്കണേ, ഒരു പരീക്ഷണമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട്. കാരണം അതിന്റെ പിന്നിൽ വലിയൊരു യുക്തിയുണ്ട്. ഒരു പരീക്ഷണത്തിന് ഒരാൾക്ക് വേദനിക്കൂലെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ കുട്ടി മരിച്ചാൽ നമുക്ക് വേദന ഉണ്ടാവില്ലേ? ഒരു പ്രയാസം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ സഹോദരങ്ങളെ, വിശ്വാസികൾക്ക് അതിന് മാനസികമായ പ്രയാസമല്ല എന്നല്ലതിന്റെ അർത്ഥം. നമുക്ക് കരച്ചിൽ വരില്ല എന്നല്ല, നമുക്ക് സങ്കടമല്ല എന്നല്ലതിന്റെ അർത്ഥം.
പക്ഷേ ഈ സങ്കടത്തിന് പിന്നില്, ഈ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പിന്നില് വലിയൊരു യുക്തിയുണ്ട് എന്ന ഒരു തിരിച്ചറിവാണ് സത്യത്തിൽ ഇസ്ലാം നമുക്ക് നൽകുന്നത്. വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തുണ്ട്, അല്ലെ, സൂറത്തിലെ ഒരു ആയത്തുണ്ട്, സൂറത്തു നിസാഇലെ ആയത്തുണ്ട്. ഒരു യുദ്ധം കഴിഞ്ഞ് നിൽക്കുകയാണ്, രണ്ട് ഭാഗത്തും ശക്തമായ മുറിവേറ്റിട്ടുണ്ട്. രണ്ട് ഭാഗത്തും മക്കാ മുശ്രിക്കുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്, മുസ്ലിങ്ങൾക്കും പരിക്കേറ്റിട്ടുണ്ട്. രണ്ടാൾക്കും നല്ല മുറിവ് വെച്ചിട്ടുണ്ട്. രണ്ടുപേരുടെയും മുറിവുകൾ നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. പടച്ചോൻ പറയണേ, വല്ലാത്ത ആയത്താണ്. നിങ്ങൾക്ക് വേദനയുണ്ടെങ്കിൽ അവർക്കും വേദനയുണ്ട്. അല്ലെ, നമ്മക്ക് വലിച്ചാലും മുസ്ലിക്കിന് വലിച്ചാലും മുസ്ലിമിന് വലിച്ചാലും പനി തന്നെയാണ്. അല്ലെ, തെർമോമീറ്റർ വെച്ചൊക്കെ രണ്ടാൾക്ക് ചൂട് വേണം. രണ്ടാൾ തെർമോമീറ്ററിന് ടെമ്പറേച്ചർ രേഖപ്പെടുത്തും. രണ്ടാൾക്കും പാരസെറ്റമോൾ കൊടുത്താല് പനി കുറയും, അവിടെ മാറ്റം ഉണ്ടാവില്ല. അവർക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ അവർക്കും വേദനിക്കുന്നുണ്ട്. നിങ്ങൾ വേദനിക്കുന്ന അതേപോലെ അവർക്കും വേദനയുണ്ട്. പിന്നെന്താ വ്യത്യാസം? അതാണ് വ്യത്യാസം. നിങ്ങൾ ഒരു കാര്യം പ്രതീക്ഷിക്കുന്നുണ്ട്, മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്, മാലാ യർജൂൻ, അവർ പ്രതീക്ഷിക്കാത്ത ഒന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണം. അതെന്താണ്? അതാണ് പരീക്ഷണത്തിന്റെ വ്യത്യാസം. അതാണ് നമ്മൾ ഓരോ തമ്മിലുള്ള വ്യത്യാസം. നമ്മളെ കുട്ടി മരിച്ചാല് നമ്മൾ അൽഹംദുലില്ലാഹ് പറഞ്ഞ സ്വർഗ്ഗാണ് കിട്ടുന്നത്. സഹോദരൻ, ഒരു വിശ്വാസി ഒരു പരീക്ഷണത്തിൽ തട്ടി വിഷമിച്ചിരിക്കുമ്പോ ആശ്വസിപ്പിക്കാൻ സമാധാനാണ്. ഓനെ സമാധാനിപ്പിക്കാൻ സഹോദരങ്ങളെ എളുപ്പമാണ്. അല്ലെ, ഒരു കുഫാറിനെ നമ്മൾ എന്ത് പറഞ്ഞ സമാധാനിപ്പിക്കാം? മറ്റേ നമുക്ക് പറയണ്ട്, നല്ല എന്താണ്, തൗഹീദുള്ള മകനാണോ സഹോദരങ്ങളെ മരിച്ചത്, മക്കളാണോ മരിച്ചത്? നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒന്നിപ്പിച്ചു തരും. നിങ്ങൾ എന്തിനു വിഷമിക്കണം? ഈ നശ്വരമായ ദുനിയാവിന്റെ ജീവിതം ഇവിടെ അവസാനിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കുമ്പോ എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ നടക്കാണ്. അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ്? നിന്നെ കൊന്നിട്ട് പ്രവാചകരെ അവരിവിടെ ശാശ്വതരാകുമോ? ഇല്ലല്ലോ. അല്ലെ, നബിനെ കൊന്നതുകൊണ്ട് ഓരിവിടെ കാലകാലം നിൽക്കൂലല്ലോ. എല്ലാരും മരിക്കും. കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ് ആവുന്നുള്ളൂ. ഇവിടെ ആരും ബാക്കിയാവില്ല. ലോക ചരിത്രത്തിൽ ഒരാളും ബാക്കിയിട്ടില്ല. എത്ര വലിയ ശാസ്ത്രജ്ഞനാണെങ്കിലും, എത്ര വലിയ അധികാരം കൈകാര്യം ചെയ്തവനാണെങ്കിലും സഹോദരങ്ങളെ, ലോകത്തൊരാളും ഇന്നും ജീവിച്ചിരിപ്പില്ല. ഒക്കെ ഒരു ആയുസ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് എല്ലാവരും സ്ഥലം കാലിയാക്കിയിട്ടുണ്ട്. അല്ലെ, അതുകൊണ്ട് സഹോദരങ്ങൾ ഇവിടെ ആരും ബാക്കിയാവില്ല. അതുകൊണ്ട് അല്ലാഹു അറിവുള്ളവനാണ്, അല്ലാഹു യുക്തിയുള്ളവനാണ്. അതുകൊണ്ട് ഇതൊക്കെ അറിയുന്ന, ഇപ്പൊ നമ്മളൊരു പ്രയാസം അനുഭവിക്കുമ്പോൾ നമ്മൾ ഇത്ര ആലോചിക്കൊണ്ടുള്ളൂ, ഈ പ്രയാസം എനിക്ക് തന്നത് ആരാണ്? എന്റെ റബ്ബാണ്. അല്ലെ, ഈ പ്രയാസത്തിനുള്ള മാർഗം, ഇതിന് കരകയറാനുള്ള മാർഗം ആർക്കറിയാം? എന്റെ റബ്ബിനറിയാം. ഇതിലേക്ക് തന്നത് എന്റെ റബ്ബാണ്. അതിന്റെ പിന്നിൽ അല്ലാഹുവിന്റെ ഒരു യുക്തി ഉണ്ട്. അല്ലെ, അതുകൊണ്ട് അതിലെന്ത് ആ വിധിയെ സഹോദരങ്ങളെ സന്തോഷപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന ഒരവസ്ഥ ഉണ്ടോ സഹോദരങ്ങളെ? അതാണ് ആ പരീക്ഷണത്തിന്റെ വിജയം എന്ന് പറഞ്ഞത്. അവിടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. എന്തിനാണ് സഹോദരങ്ങളെ ഈ പുരുഷായുസ് മുഴുവൻ നമ്മൾ കഷ്ടപ്പെടുന്നത്? ഈ പാപങ്ങൾ പൊറുക്കപ്പെട്ട് നാളെ സ്വർഗ്ഗത്ത് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പരീക്ഷണങ്ങളിലൂടെ അല്ലാഹു നമുക്ക് ഓഫറായിട്ട്, ഫ്രീ ആയിട്ട് തരും. ഈ ഓഫർ എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലത്തും ഓഫറും തിരക്കാണ്. പുതിയൊരു സൂപ്പർ മാർക്കറ്റ് വന്നാൽ ഓഫറാണ്, അവിടെ പെരും തിരക്കാണ്. ദുനിയാവിന്റെ ഓഫർ വാങ്ങാനും ആൾക്കാർ തിരക്ക് കൂട്ടാണ്. അല്ലെ, പടച്ചോന്റെ ഓഫറാണ്. ഒരു ചെറിയ പനി വലിച്ചാല് പാപങ്ങൾ പൊറുക്കപ്പെടുന്നുള്ളത്, അല്ലെ, ദറജകൾ ഉയർത്തപ്പെടുന്നുള്ളത്. ഒരു ക്യാൻസർ വന്ന ഷഹീദിന്റെ കൂലിയാണ്. ഷഹീദിന്റെ യുദ്ധത്തിൽ പങ്കെടുക്കാതെ ഒരു ഷഹീദിന്റെ കൂലി കിട്ടുക എന്ന സഹോദരങ്ങളെ, എന്താ പിന്നെ നമുക്ക് വേണ്ടത്? ഈ ജീവിതത്തിന് ഒരാൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ദറജയാണ് ഷഹീദായി മരിക്കുക എന്നുള്ളത്. അതൊരു ക്യാൻസർ വരുമ്പോ പടച്ചോൻ തരാന്ന് പറഞ്ഞാൽ എന്തിനു പിന്നെ അതിന് പ്രയാസപ്പെടണം? അവസാനം പണ്ടാൾക്ക് അങ്ങനത്തെ ഒരു അസുഖം കൊണ്ടാണല്ലോ പടച്ചോൻ എന്നെ കൊണ്ടേത്. എന്തിന് നന്ദികേട് പറയണം? എന്തിനങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അത് പറയാതിരിക്കണമെങ്കിൽ ഈ ഒരു തിരിച്ചറിവ്, ഈ ഒരു അറിവ് നമുക്ക് ഉണ്ടാകണം. അല്ലെ, ഷഹീദിന്റെ കൂലിയുടെ ഒരാൾ പറഞ്ഞൊരു പേഷ്യന്റ് പറഞ്ഞതാണ്, ഒന്ന് അത് അറിഞ്ഞതിന് ശേഷം എനിക്ക് വേദന ഇല്ലാന്നാണ്. അതുവരെ മോർഫിൻ വെക്കണം എന്ന് പറഞ്ഞ രോഗി പറയുന്നത് ഷഹീദിന്റെ കൂലി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി പിന്നെ മൂപ്പർക്ക് ഒരു പ്രശ്നമില്ല, ഒരു വേദനയില്ല. അത് മാനസികമാണ് സഹോദരങ്ങളെ. മാനസികമായി അങ്ങ് തലത്തിലേക്ക് ഒരു മനുഷ്യന് എത്തിപ്പെടാൻ പറ്റും. അതാണ് അല്ലാഹു ഇത് റാങ്ക്, അല്ലാഹു ദറജ ഉയർത്തുന്നു പറഞ്ഞതാണ്. അല്ലെ, പാപങ്ങളെ പുറത്തു കൊടുക്കുമെന്ന്, പാപങ്ങളിൽ നിന്ന് കഴുകി ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞത്.
പരലോകത്ത് ദറജ ഉയർത്തു പറയുന്നത് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്നവനാണ് എന്ന ഒരു ബോധം അല്ലെ. ഒരു പരീക്ഷണത്തിന് വരുമ്പം എന്താ പറഞ്ഞത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ വലനബലുവന്നക്കും, നിങ്ങൾ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഇത് പറഞ്ഞിട്ട് അള്ളാഹു 3-4 കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. വബശ്ശിരി സ്വാബിരീൻ, അതിൽ ആർക്കാണ് സന്തോഷ വാർത്ത? ക്ഷമിക്കുന്ന ആളുകൾക്കാണ് സന്തോഷ വാർത്ത. സഹോദരനാചുക്കി ഒരു പരീക്ഷണം വരുമ്പം അതിന് സന്തോഷ വാർത്തയാണ് പഠിച്ചാൽ കൊടുക്കുന്നത്. എന്താണ്? ക്ഷമിച്ചാൽ മാത്രം മതി. ക്ഷമിച്ചാൽ അത് അള്ളാഹുവിലേക്കുള്ള ഒരു തിരിച്ചു പോക്കാണെന്നുള്ള ഒരു ചെറിയ ഓർമ്മപ്പെടുത്തല്. ഒരു ആക്സിഡന്റ് ആയി എങ്ങനെ പാറി പറഞ്ഞു നടക്കുകയാണ്. ഒരു ദിവസം ഗൾഫിലാണെങ്കിൽ മറ്റേ ദിവസം വയനാട്ടിലാണ്. ഓരോ ദിവസം ഓരോ സ്ഥലത്താണ് മാറി പറഞ്ഞു നടക്കുക. അതിന്റെ ഇടയ്ക്ക് ഒന്ന് കാല് മടക്കി ചവിട്ടി നടക്കാൻ വിചാരിച്ച 3 ദിവസം അല്ലെങ്കിൽ 3 ആഴ്ച കിടപ്പിലായി. സഹോദരങ്ങളെ, ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ പാർത്തും ഈ പറക്കലൊക്കെ നിൽക്കും, ഒരു ദിവസം യാത്രയാകും, ഒന്ന് അടങ്ങി ഒതുങ്ങി കബറിൽ കിടക്കേണ്ടി വരും എന്ന ചെറിയൊരു ഓർമ്മപ്പെടുത്തലാണ് സഹോദരങ്ങളാണ്. ഓരോ പരീക്ഷണവും ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവനാണ്. എന്തെങ്കിലും വീഴ്ചകളുണ്ടോ എന്നൊക്കെ ആലോചിച്ച് ഒന്ന് ഒതുങ്ങി കുടിക്കാനുള്ള സമയമാണ്. എല്ലാത്തിനും പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റണം സഹോദരങ്ങളെ. അതേപോലെ തന്നെ ഓരോ പരീക്ഷണങ്ങൾ കഴിയുമ്പോഴും നമ്മുടെ ഈമാൻ കൂടി വരണം. അപ്പോഴാണ് നമ്മൾ വിജയിക്കുക. ഓരോ ദിവസവും നമുക്ക് പരീക്ഷണമാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഇന്നത്തേക്കാൾ ഈമാൻ സഹോദരങ്ങളെ, നാളെ നമ്മുടെ ഏഷൻസ്കരിച്ച് കടങ്ങാൻ പോകുമ്പോൾ ഒരു കുറച്ചെങ്കിലും ഇന്നത്തെക്കാണെങ്കിലും നമ്മുടെ ഈമാൻ കൂടിയിട്ടുണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാൻ പറ്റണം. അതേപോലെ അല്ലാഹുവിൽ വരമേൽപ്പിക്കാൻ പറ്റണം. അല്ലെ, ഈ പ്രശ്നങ്ങളൊക്കെ അറിയുന്ന, എനിക്ക് ഈ പ്രതിസന്ധികളൊക്കെ തന്ന, എനിക്ക് ഈ എന്നെ പൂർണ്ണമായി നിയന്ത്രിക്കുന്ന, ഒരു കണ്ണിന്റെ ഇമ വെട്ടുന്ന നേരം പോലും പടച്ചോനെ എന്നെ ഏൽപ്പിക്കല്ലേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. അല്ലെ, എന്ന് പ്രാർത്ഥിക്കാനാണ് പഠിപ്പിച്ചോ നമ്മളെ പഠിപ്പിച്ചു. കാരണം വെച്ചെങ്കിൽ ചില ആളുകൾ ആക്സിഡന്റ് ഒക്കെ പറയുമ്പോൾ ഒരു സെക്കൻഡ് ഡോക്ടർ കണ്ണു പാടിയെന്ന് പറയാം. ഒരു സെക്കൻഡ് അശ്രദ്ധ. ആ ഫോണിൽ വന്ന് ഞാൻ ഇതൊന്ന് നോക്കിയിട്ടുള്ളൂ. ഒരു സെക്കൻഡിന്റെ അശ്രദ്ധ കൊണ്ട് വലിയ വലിയ ദുരന്തങ്ങൾ. അല്ലെ, ഒരു ഫ്ലൈറ്റ് കരിപ്പൂർ ലാൻഡ് ചെയ്തു. എന്താണ്? റൺവേന്റെ നടുവിൽ കൊണ്ട് ഇറക്കി. കുറച്ചിപ്പുറത്തിറക്കേണ്ടതാ, കുറച്ചിപ്പുറത്തിറക്കേണ്ട നടുവ് കൊണ്ട് ഇറക്കി. ഫ്ലൈറ്റ് ആണ് പോയി. അല്ലെ, പഠിച്ചോനെ ഒരു കണ്ണിമ വെട്ടുന്ന നേരം. അല്ലെ, അറബിയൊക്കെ ഏറ്റവും കുറഞ്ഞ നേരം അന്ന് മൈക്രോ സെക്കൻഡും വാച്ചൊന്നും ഇല്ലാത്തോണ്ട് കണ്ണിന്റെ ഇമ വെട്ടുന്ന നേരം എന്നാണ് ഏറ്റവും ചെറിയ സമയത്തിന് അറബിയൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കുക. കണ്ണിന്റെ ഇമ വെട്ടുന്ന നേരം. നമുക്കൊന്ന് മൈക്രോ സെക്കൻഡ്, നാനോ സെക്കൻഡ് എന്നൊക്കെ നമുക്ക് പറയാം. കാരണം ഹുസൈൻ ബോൾട്ടൊക്കെ ഓടുന്നത് അത് വെച്ചിട്ടാണ് 100 മീറ്റർ ഓടുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ഒരു കണ്ണിന്റെ ഇമ വെട്ടുന്ന നേരം പോലും എന്റെ കാര്യം റബ്ബേ എന്നെ ഏൽപ്പിക്കല്ലേ എന്ന് പറയുമ്പോ എന്താണ്? നമ്മൾ അത്രയും നിസ്സഹായനാണ്, അത്രയും നിസ്സഹായനാണ്. അതിന് സഹോദരങ്ങൾ ഒരു പനിയച്ച മനസ്സിലാവും. ഒന്ന് പഞ്ചിട്ട് നല്ല പനിയാണ് പഞ്ചിന് സഹോദരങ്ങളെ, കാല് രണ്ടും അടുപ്പിച്ച് വെച്ചിട്ട് നിൽക്കാൻ പറ്റാതെ നമ്മളെ പെണ്ണുങ്ങള് അല്ലെങ്കിൽ കുട്ടികള് നമ്മളെ ബാത്റൂമൊക്കെ പിടിച്ചു കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ. ഒന്നുമില്ല, ഒരു കുഴപ്പമുണ്ടായില്ല, നല്ലൊരു പനി പഠിച്ചിട്ടുള്ളൂ. അത്രയും നിസ്സഹായനാണ് മനുഷ്യൻ സഹോദരങ്ങളെ. ആ ഒരു തിരിച്ചറിവുണ്ടായിട്ട് അള്ളാഹുവിൽ വരമേൽപ്പിക്കാൻ, ഇതൊക്കെ ഉടമപ്പെടുത്തുന്ന, ഇതൊക്കെ എനിക്ക് തന്ന, ഈ പ്രതിസന്ധികളൊക്കെ എനിക്ക് തന്ന, അല്ലെ, ഈ പ്രതിസന്ധികൾ വലിയ ഹിക്മത്ത് നിശ്ചയിച്ച, ഈ പ്രതിസന്ധികളുടെ മുഴുവൻ പരിഹാരം മുഴുവൻ അറിയുന്ന, അത് നടപ്പിലാക്കാൻ കഴിയുന്ന അള്ളാഹുവിന്റെ ഓരോ പേരും നമുക്ക് നൽകുന്ന ഒരു ഉൾക്കാഴ്ചയാണ്. അല്ലെ, അള്ളാഹു റഹീമാണെന്ന് പറയുമ്പോൾ അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്, അള്ളാഹു അസുഖം ഭേദപ്പെടുത്തുന്നവനാണ്, അള്ളാഹു തുറവി നൽകുന്നവനാണ്. അള്ളാന്റെ ഓരോ പേര് നോക്കിക്കള്. ഓരോ നമ്മളിങ്ങനെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഓരോ പേരും പ്രതിസന്ധിയിൽ തുറവി വരുത്തുന്നത്. അള്ളാഹു എന്താണ്? ഫത്താഹാണെന്ന് പറയുമ്പോൾ, അള്ളാഹു എല്ലാം അറിയുന്ന അലീമാണെന്ന് പറയുമ്പോൾ, അള്ളാഹു റഹീമാണെന്ന് പറയുമ്പോൾ, അള്ളാഹു ഗഫൂറാണെന്ന് പറയുമ്പോൾ, അള്ളാഹു പാപങ്ങൾ മറച്ചു വെക്കും. സിദ്ദീഖ് എന്നുള്ള 4 പേരുണ്ട്. നിങ്ങൾ ആലോചിക്കി, അള്ളാഹു എല്ലാം മറച്ചു വെക്കണവരാണ്. നമ്മൾ ചെയ്ത പാപങ്ങൾ, നിങ്ങൾ ആലോചിക്കി, നമ്മൾ ചെയ്ത പാപങ്ങൾ മുഴുവനും എല്ലാവരും നമ്മളെ അപ്പുറപ്പുറമുള്ളവരൊക്കെ അറിയണമെങ്കിൽ, നമ്മുടെ മക്കൾ അറിയണമെങ്കിൽ, നമ്മുടെ ഭൂതകാലത്ത് നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മുടെ മക്കൾ അറിയുന്ന അവസ്ഥ, നമ്മുടെ ഭാര്യ അറിയുന്ന അവസ്ഥ, നമ്മുടെ മാതാപിതാക്കൾ അറിയുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? എങ്ങനെ നമ്മൾ ജീവിക്കുക സഹോദരങ്ങളെ? ഇതൊക്കെ മറച്ചു വെച്ച് നല്ല വെള്ളക്കുപ്പായിട്ട് നല്ല താടി വെച്ച് നല്ല ഒരു മാന്യതയോടെ നല്ലൊരു വ്യക്തിത്വത്തോടെ നമുക്ക് ജീവിക്കാൻ സഹായിക്കുന്നത് അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹു മറച്ചു വെക്കുന്നവനാണ് സിദ്ദീൻ എന്ന അള്ളാഹുവിന്റെ സിഫത്ത്. അങ്ങനെ ഏത് സിഫത്ത് പടച്ചോണ്ടെടുത്താലും
നമ്മൾ പടച്ചോന്റെ മുമ്പിൽ വിനയാന്വിതനാവും സഹോദരങ്ങളെ. നമ്മൾ പടച്ചോനിലേക്ക് ആവശ്യക്കാരുണ്ടാവും. നമ്മൾ അള്ളാന്റെ നാമഗുണവിശേഷണങ്ങൾ അറിയുന്നത് കൊണ്ട് നമ്മുടെ ഈമാൻ അത്ര ഉയർച്ച ഉണ്ടാവും. ഏത് പ്രതിസന്ധിയിലും നമ്മൾ ആ ഈമാനോടുകൂടി യക്കീനോടുകൂടി നമുക്കത് തരണം ചെയ്യാൻ അത് വല്ലാത്തൊരു അറിവാണ് അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങൾ നമുക്ക് നൽകുന്നത്. അല്ലെ, അള്ളാഹുവിന്റെ മേൽ ബലമേൽപ്പിച്ചവന് അള്ളാഹ് മദീനാണ്. ലോകത്തു മുഴുവൻ ആളുകളും നമുക്കെതിരെ ഒന്നിച്ചാലും അള്ളാഹു തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഒരു ചൊപ്പു ചെയ്യാൻ ഒരാൾക്കും സാധിക്കൂല എന്നുള്ള അചഞ്ചലമായ വിശ്വാസമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിനെ കുറിച്ചുള്ളത്. അങ്ങനത്തെ ഒരു വിശ്വാസത്തിലൂടെ അള്ളാഹുവിൽ ബലമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, അതേപോലെ തന്നെ നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വിശ്വാസിയുടെ വലിയ ആയുധമാണ്. അല്ലെ, ഓരോ പ്രാർത്ഥനയും പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ അവർക്കുണ്ടാക്കിയ നിങ്ങൾ അനുസരിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യന്റെ ഒരു കിതാബുണ്ട്, ഒരു ചെറിയ കിതാബുണ്ട്. ഈ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന വിശദീകരിക്കണ ഒരു ചെറിയ കിതാബ്. ആലോചിച്ച് നോക്കി, ഒരു പ്രതീക്ഷയില്ലാത്ത ആഴക്കടലില് തിമിംഗലത്തിന്റെ വയറ്റിൽ, അല്ലെ, ആഴക്കടലിലെ അന്ധകാരമാണ്. നമുക്കിപ്പോ പഠിച്ചാൽ മനസ്സിലാവും. സയൻസ് അനുസരിച്ച് കടലിന്റെ ഉള്ളിൽ പോകും തോറും പിന്നെ ഭയങ്കര ഇരുട്ടാണ്. തിമിംഗലം ഉണ്ടാകുന്ന ലെവൽ എന്ന് പറഞ്ഞാല് ഇരുട്ടുള്ള ലെവലാണ് തിമിംഗലം ഉണ്ടാകുന്നത്. ആ തിമിംഗലത്തിന്റെ വയറ്റില് ഒരു പ്രവാചകൻ കുടുങ്ങിക്കിടക്കണം. ഒരു പ്രതീക്ഷയില്ല. ആ പ്രതീക്ഷയിലും ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടാണ്, ആ ദിക്ർ പറഞ്ഞത് കൊണ്ടാണ് ആ തിമിംഗലം എന്ത് ചെയ്തത്, അത് പുറത്തു വന്ന് യൂനുസ് നബി അലൈഹി സ്വലാമിനെ പുറത്തേക്ക് തള്ളിയത്. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവില് ഒരു പ്രതീക്ഷയില്ലാത്തൊരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവനെ രക്ഷപ്പെടുത്തുന്ന അത്ഭുത മന്ത്രമാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അത് പറഞ്ഞു നോക്കി സഹോദരങ്ങളെ. ഒരു ചെറിയ പ്രയാസം വരുമ്പോൾ അത് പറഞ്ഞ് ശീലിക്കണം. ഒരു പണ്ടാറടങ്ങാം എന്ന് പറയുന്നതിന് പകരം അങ്ങനത്തെ പ്രാർത്ഥനകൾ നമ്മളെ നാവിന്റെ തുമ്പത്ത് വരണം. അതേപോലെ തന്നെ സഹോദരങ്ങളെ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്താണ്, അദ്ദേഹം ഒരു യാത്ര കഴിഞ്ഞു, ഒരു യാത്ര വൈകി ഒരു പള്ളിയിലെത്തുന്ന സമയത്ത് അവിടെ കിടക്കാൻ നോക്കുമ്പോൾ ആ പള്ളിയിലാളും അദ്ദേഹത്തെ അറിയില്ല, യാത്രയിലാണല്ലോ. അതുകൊണ്ട് ഈ ഇന്നത്തെ പോലെ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരാളെ ചിത്രവും കാര്യങ്ങളൊന്നും പ്രചരിക്കാത്തത് കൊണ്ട് ആരാണ് അഹമ്മദ് ബിൻ ഹംബൽ ഒന്നും ആർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അത് വെളിപ്പെടുത്തിയതുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ പള്ളിയിൽ നിന്ന് പുറത്താക്കി. അവിടെ കിടക്കാൻ പറ്റില്ല രാത്രി നിന്ന്. അങ്ങനെ നല്ല തണുപ്പുള്ള സന്ദർഭത്തിലാണ്, നല്ല തണുപ്പുള്ള സമയം. അപ്പൊ അദ്ദേഹം പള്ളിന്റെ ഓപ്പോസിറ്റ് ഒരു ബേക്കറി, ഒരു ബ്രെഡ് ഉണ്ടാക്കുന്ന ഒരു കട ഉണ്ട്, അവിടെ ചെന്നു എന്നാണ്. അപ്പൊ അതോടെ അങ്ങനെ വിളിച്ചു കണ്ടപ്പോ അവിടെ ചെന്നു. അപ്പൊ അദ്ദേഹം ഉള്ളിലേക്ക് സ്ഥലം കൊടുത്ത് അദ്ദേഹം ചോദിക്കണം. അപ്പൊ ഇയാൾ ഓരോ ബ്രെഡ് ഉണ്ടാക്കുമ്പോഴും ഓരോ ബ്രെഡ് ചുടുമ്പോഴും ഇയാള് ദിക്ർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇയാളോട് ചോദിക്കണത്, അപ്പൊ കാലങ്ങളായിട്ട് ഇയാൾ ശീലാണ്. ഓരോ ബ്രെഡ് ഉണ്ടാക്കുമ്പോഴും ഇയാള് ദിക്ർ ചെയ്യും, അസ്തഗ്ഫിറുല്ലാഹ് ചെയ്യും. അപ്പൊ അദ്ദേഹം പറയണേ, എന്റെ ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും നടന്നു. ഞാൻ ഈ അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നതുകൊണ്ട് മൂപ്പർക്ക് കിട്ടിയൊരു മെച്ചം എന്താ വെച്ചാല് ഞാൻ ജീവിതത്തിൽ വിചാരിച്ച കാര്യങ്ങൾ മുഴുവൻ നടന്നിട്ടുള്ളതാണ്. ഇനി ഒരു ആഗ്രഹിച്ച് ബാക്കിയുള്ളൂ. എന്താണ് അറിയുക, ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ നേരിട്ട് കാണണമെന്നുള്ള ആഗ്രഹം, അത് മാത്രം ജയിച്ച് ബാക്കിയുള്ളൂ എന്നാണ്. അപ്പോ ഇമാം അബ്ദുൽ അദ്ദേഹത്തോട് പറഞ്ഞാൽ തരും, നിങ്ങളെ പ്രാർത്ഥനയാണ്, നിങ്ങളെ ദിക്റാണ് എന്നെ ഇവിടെ എത്തിച്ചത്. നിങ്ങൾ ആലോചിക്കി, ഒരു യാത്രയിൽ പള്ളിയിൽ നിന്ന് പുറത്താക്കി ആ തിണ്ണയിൽ കിടന്ന് ഉള്ളിലേക്ക് അദ്ദേഹം അവിടെ സൗകര്യം ചെയ്തു കൊടുത്ത് ആ അള്ളാഹു അദ്ദേഹത്തെ അസ്തഗ്ഫിറുല്ലാഹ് കൊണ്ട്, ആ ദിക്ർ കൊണ്ട് അവിടെ എത്തിച്ചു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. അതായത് ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള പ്രാർത്ഥന അത് വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. കുറെ ചില ആൾക്കാരോട് പറഞ്ഞാല് നമ്മളെ നാട്ടിലൊക്കെ പറയും, എന്തിനാ അത്രയധികം അസ്തഗ്ഫിറുല്ലാഹ്, നമ്മൾ അത്രയധികം തെറ്റൊക്കെ ചെയ്യുന്നുണ്ടോ? സഹോദരങ്ങളെ, തെറ്റ് ചെയ്യുന്നത് കൊണ്ടല്ല. ഇസ്തിഗ്ഫാർ പറയാന്ന് പറഞ്ഞാല്, നമ്മള് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാല് അത് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്വിതനാകണം. അല്ലെ, ഒന്നുകൂടി നമ്മൾ അള്ളാഹുവിനോടുള്ള വിധേയത്വമാണ്. ഒരു പാപവും ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാത്ത, അല്ലെ, നേരം വെളുക്കോളം കാലിന് നീര് വരുവോളം നമസ്കരിച്ച ഐഷാബിയെ കാൽമക്ക് നോക്കിയിട്ട് സങ്കടപ്പെട്ട് ചോദിച്ചാണ്. അല്ലെ, 63 വയസ്സുള്ള ഒരു മനുഷ്യൻ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചിട്ട് കാലിങ്ങനെ നീര് കെട്ടി വീങ്ങി നിൽക്കണ്. അല്ലെ, ആയിഷാ ബീവിനെ പോലും അവസാനത്തെ 3 റക്അത്തിനെ നബി വിളിക്കലുള്ളൂ. അല്ലെ, ആയിഷാ ബീവിന്റെ വിരിപ്പിനാണ് നബി നിസ്കരിക്കുന്നത്. ആയിഷാ ബീവിന്റെ വിരിപ്പിനാണ് നബി നിസ്കരിക്കുന്നത്. ആ കാലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ സുജൂദ് ചെയ്യാൻ നേരത്തെ നബി കാലങ്ങോട്ട് മാറ്റി വെക്കും, പിന്നെ കാലിങ്ങോട്ട് വരും, പിന്നെ കാലങ്ങോട്ട് മാറ്റി വെക്കും. പക്ഷെ 8 റക്അത്ത് കഴിഞ്ഞാൽ ആയിഷാ ബീവിനെ നീപ്പിക്കും. ആ അവസാനത്തെ 3 റക്അത്ത് ജമാഅത്തായിട്ട് നിസ്കരിക്കുക.
അപ്പോ ആ കാലുക്ക് നോക്കിയിട്ട് ആയിഷ ബീവി ഇത്രയും അല്ലെ പാപങ്ങൾ ചെയ്തതും ചെയ്യാനിരിക്കുന്നതുമായ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെട്ട വ്യക്തിയാണ് താങ്കൾ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നിസ്കരിക്കുന്നത്? അപ്പൊ എന്താണ്, ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ട ആയിഷ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. സഹോദരങ്ങളെ, ആ നബി ഒരു ദിവസം 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ നമ്മളൊക്കെ എത്ര ചെയ്യണം? അപ്പൊ അതുകൊണ്ട് ഓരോ മുൻഗാമികളുടെ ചരിത്രവും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ പോരാ, ഇതൊന്നും പോരാ എന്ന ഒരു മാനസിക നിലപാടിലേക്കാണ് അവര് പോയ സ്വർഗത്ത് കാണുന്ന സഹോദരങ്ങളെ നമുക്കും പോകാനുണ്ട്. ഉമർലാന് കുത്തേച്ച് ഇങ്ങനെ കിടക്കുന്ന സന്ദർഭത്തിൽ അല്ലെ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് എന്താണ് ആ തല അങ്ങനെ ഭൂമിയിൽ കിടക്കേണ്ട ഒരു വിഷമം അല്ലെ, ആരാണ്? ഖലീഫ ഉമറിന്റെ തലയാണ് മണ്ണിൽ കിടക്കുന്നത്. അപ്പോ ആ തല ഇബ്നു ഉമറിന്റെ മടിയിലേക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ സഹോദരങ്ങളെ ആ ഉമർദാൻ വേണ്ട തല ഭൂമിയിൽ കിടന്നോട്ടെ, ഉമറിന്റെ തല ഭൂമിയിൽ കിടന്നോട്ടെ എന്നാണ്. അപ്പോ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളെ പറ്റി ഉമറും ഫിൽ ജന്ന എന്നാണ് പറഞ്ഞത്. ഉമറും ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നാവ് കൊണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ആ ഉമറാണ് കിടക്കുന്നത്. അപ്പൊ ഉമർദാൻ പറഞ്ഞൊരു വാക്കുണ്ട്, അതിന് പറഞ്ഞൊരു മറുപടി ഉണ്ട്. സഹോദരങ്ങളെ, ഉമറിന് അങ്ങനെ ഒരു കാലുണ്ടായിരുന്നു. ഉമർ സ്വർഗത്തിലാണ് അല്ലെ, ഉമർ സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാലഘട്ടം അത് കഴിഞ്ഞു. ഉമർ ഒട്ടേറെ അമാനത്തുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് ഉമർ പേടിക്കേണ്ടതാണ്. സഹോദരൻ ആലോചിച്ച് സ്വർഗന് സുബൈ നമസ്കാരത്തിൽ കുത്തേറ്റ് ഷഹീദായിട്ട് കിടക്കാണ് ആര്? ഉമർദാനും. ആ ഒരു സന്ദർഭത്തിൽ പോലും ആ ഒരു ബോധമാണ് അല്ലെ, ഞാൻ ചെയ്തതിന്റെ എന്റെ അടുത്ത് വീഴ്ച വന്നിട്ടുണ്ടോ എന്ന പേടി. സഹോദരങ്ങളെ, അവര് പോയ സ്വർഗത്തേക്കാണ് സഹോദരനെ നമുക്ക് പോകാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ കുറഞ്ഞ കർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിന്റെ തൂണ് ചാരി ഇരുന്ന് ഇങ്ങനെ കരയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം, എന്താ ഉമർ ഇങ്ങനെ കരയുന്നത്? എന്താ പറഞ്ഞോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണേ, വലിയ യാത്രക്കുള്ള വിഭവങ്ങൾ നബിയെ ആലോചിച്ചിട്ട് വളരെ കുറവാണ് നബിയെ, അതുകൊണ്ട് ആലോചിച്ചിട്ട് കരയാണ്. ഏറ്റവും കൂടുതൽ ഒരു പക്ഷെ ഹദീസുകൾ നമ്മൾ കേൾക്കുന്ന ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മാനസികമാണ് അഹ്ലുസ് സുഫ എന്ന് പറയുന്ന അല്ലെ, മദീന പള്ളിയിൽ അഹ്ലുസ് സുഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഒരു പക്ഷേ താബികൾക്ക് പറഞ്ഞു കൊടുത്ത ആ മഹാ സഹാബി വര്യന്റെ മാനസികാവസ്ഥയാണ് സഹോദരങ്ങളെ. വളരെ കുറഞ്ഞ കർമ്മങ്ങളെ ദീർഘമായ ഒരു യാത്രക്ക് കൈമുതലായിട്ടുള്ളൂ എന്നുള്ള ഒരു സങ്കടം. അതുകൊണ്ട് സഹോദരങ്ങൾ, അവര് പോയ സ്വർഗത്തിലേക്ക് ഈ കുറഞ്ഞ കർമ്മങ്ങളുമായിട്ട് പോകുമ്പോൾ ഉള്ളത് സഹോദരങ്ങളെ നഷ്ടപ്പെടുത്താതെ ഇഖ്ലാസോടുകൂടി ഇത്തിബാവോടുകൂടി ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കാതെ ബിദ്അത്തുകൾക്കെതിരെ ഷിർക്കിനെതിരെ അഹോരാത്രം പണിയെടുത്തുകൊണ്ട് അത് ദഅവത്ത് നടത്തിക്കൊണ്ട് അതിലുണ്ടാകുന്ന പ്രതിസന്ധികളിലൊക്കെ ക്ഷമിച്ചുകൊണ്ട് അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകണം. നമ്മുടെ ജീവിതം എന്നത് നമ്മുടെ പ്രബോധനമാണ്. അതാണ് പ്രവാചകന്മാർ ചെയ്ത പണിയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് എങ്ങനെയാണ് ഖുർആൻ ഓതിക്കൊടുത്തത്, എങ്ങനെയാണ് ഖുർആൻ കൊണ്ട് അവർക്കിടയിൽ ദഅവത്ത് നടത്തി മാറ്റമുണ്ടാക്കിയത്, ആ ഖുർആനും നബിയുടെ സഹീഹായ ഹദീസായ ജീവിതവും പുള്ളി മാറ്റമില്ലാതെ സഹാബത്ത് എങ്ങനെ താബികൾക്ക് പറഞ്ഞു കൊടുത്തോ, താബികൾ എങ്ങനെ താബികൾക്ക് പറഞ്ഞു കൊടുത്തോ, അതെങ്ങനെ തലമുറകളിലൂടെ ആ ശരിയായ മനഹജിലൂടെ എങ്ങനെ കൈമാറ്റം ചെയ്യുന്നുവല്ലോ ആ ചെയ്തു വന്നത് അതേമാതിരി പുള്ളി മാറ്റമില്ലാതെ പ്രബോധനം ചെയ്യുന്ന അഹ്ലുൽ ഹക്കാണ് സഹോദരങ്ങളെ നമ്മൾ. അതുകൊണ്ട് ഇതിൽ നമുക്ക് ഒരു സംശയവുമാണ്, ഇത് ഹക്കാണ്. അതുകൊണ്ട് ഇത് നമ്മൾ ദഅവത്ത് ചെയ്ത് നമ്മുടെ ബാധ്യതയാണ്. അതിൽ പ്രയാസങ്ങൾ ഉണ്ടാവും, കാരണം ഇത് പ്രവാചകന്മാരുടെ പാതയാണ്. പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുള്ളത് ദഅവത്തിന്റെ മാർഗത്തിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ എന്തുണ്ടാവും? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികൾ ഉണ്ടാവും. അതൊക്കെ ഈ വിശ്വാസം ഒരിക്കലും ശിർക്ക് സംഭവിക്കാതെ അല്ലാഹു അല്ലാതെ ഒരു ശക്തിയോടും ആരാധിക്കൂല എന്നുള്ളത്, സത്യം ചെയ്യൂല എന്നുള്ളത്, നേർച്ച നേരില്ല എന്നുള്ളത്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അത് കുടുംബത്തിലുള്ള ആളുകളാണെങ്കിലും നല്ല സ്നേഹപൂർവ്വം ഉപദേശിച്ചുകൊണ്ട് അല്ലെ, നമ്മൾ ദഅവത്തിൽ നമ്മൾ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണോ? നമ്മുടെ ലാംഗ്വേജ് തന്നെയാണ്, നമ്മുടെ പെരുമാറ്റം തന്നെ. നമ്മൾ നല്ലൊരു ട്രീറ്റ് ഉണ്ടാക്കിയിട്ട്, നല്ലൊരു സൽക്കാരം ഉണ്ടാക്കിയിട്ട് എല്ലാവരും വിളിച്ചു കണ്ട് അല്ലെ, മന്തി ഉണ്ട്, സുബിയുണ്ട്, കപ്സുണ്ട്, എല്ലാം ഉണ്ട്, കോഴി പൊരിച്ചതുണ്ട്, കാട പൊരിച്ചതുണ്ട്, നല്ല വിഭവ സമൃദ്ധമായ ആടൊക്കെ അങ്ങനെ നിർത്തി പൊരിച്ചു ഒക്കെ ഉണ്ട്. എന്നിട്ട് നമ്മൾ ചെന്നിട്ട് എല്ലാരോടും തിന്നാൻ വിളിച്ചാണ്, എന്നാണ് വന്ന് നക്കിക്കോടി ഇടാന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആരെങ്കിലും വന്ന് തിന്നോ? സഹോദരങ്ങളെ, മുതലുണ്ടായില്ല. അപ്പൊ പറയുമ്പോ ലാംഗ്വേജ് സൂക്ഷിക്കണം. മക്കളോടാണെങ്കിലും ഭാര്യനോടാണെങ്കിലും അയൽവാസികളോടാണെങ്കിലും പ്രവാചകന്മാര് ചെയ്ത പണിയാണ്. അള്ളാന്റെ ദീനിനോട് നമ്മുടെ സംസാരം കൊണ്ട് ഒരാൾക്ക് വെറുപ്പുണ്ടാകാൻ പാടില്ല.
ആലോചിക്ക്, പ്രവാചകന്മാരെടുത്ത പണിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് കഴിഞ്ഞിട്ട് വന്ന് രാത്രി കരയായിരുന്നു ഈ പ്രബോധിതർക്ക് വേണ്ടി, അല്ലെ? അങ്ങനെയൊന്നും നമ്മൾ കരഞ്ഞിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മളെ വാക്കുകൊണ്ട് ഒരാൾ പള്ളിക്കക്ക് വരാതാകാൻ പാടില്ല. നമ്മളെ വർത്താനം കൊണ്ട് ഒരാള് ഈ സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് അകന്നു പോകണമെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം സഹോദരൻ. അതുകൊണ്ട് ഈ ദഅവത്ത് എന്ന് പറയുമ്പോൾ നമ്മളെ പേരിലെ കല്യാണത്തിന്, കുടിരിക്കലിന്, നമ്മളെ ഒരു പരിപാടിക്ക് നമ്മൾ എത്ര സ്നേഹത്തിൽ വിളിച്ചോ അതിനേക്കാളൊക്കെ സ്നേഹവും ആത്മാർത്ഥമായ പ്രാർത്ഥനയും ദീനിന്റെ കാര്യം പറയുമ്പോൾ നസീഹത്ത്, അത് മനസ്സിൽ പ്രവാചകന്മാരുടെ ഒരു ശൈലി നമ്മൾ സഹോദരങ്ങളെ അതിൽ സ്വീകരിക്കണം. നമ്മളെ പറ്റി എപ്പോഴും ഒരു കടുക്കത്തി എന്നാ പറയാ, അല്ലെ? മുജാഹിദീൻ അങ്ങനെ ഇതുണ്ട്, അല്ലെ? ഒരു ഒട്ടൊന്ന് കണ്ട രണ്ടാണ് പറയും, ഒരു മയല്ല എന്ന് പറയും സഹോദരങ്ങളെ. അതുകൊണ്ട് ശിർക്കിന് നമുക്ക് യാതൊരു മയമില്ല. പക്ഷെ പെരുമാറ്റത്തിലും നമ്മൾ ആ രീതിയിലും സംസാരത്തിലൊക്കെ, അല്ലെ? താബീകള് ആയ പണ്ഡിതന്മാര് സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി പറഞ്ഞ് നമ്മളെ ഓറിന്റെ ഓർമ്മയിൽ മുമ്പ് പറഞ്ഞാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ശരിയായ അഖീദയുള്ള മോശമായ പെരുമാറ്റമുള്ള ആളാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത്. കാരണം അവൻ കാരണമായ ആളുകൾ അഖീദയിൽ നിന്ന് അകന്നു പോകുന്നത് അവന്റെ പെരുമാറ്റം കാരണം. ഏറ്റവും ഭയപ്പെടേണ്ട രണ്ടാളുകൾ ആരൊക്കെയാണെന്ന് വെച്ചാല്, ഒന്ന് ശരിയായ അഖീദ ഇല്ലാത്ത ഏറ്റവും നന്നായി പെരുമാറുന്ന ആൾ. കാരണം ഓന്റെ പെരുമാറ്റം കൊണ്ട് ഓന്റെ അഖീദ നല്ലതാണെന്ന് ആളുകൾ വഞ്ചിതരാകും. അതേപോലെ തന്നെ അഖീദ നല്ല ആള് മോശമായി പെരുമാറിയാൽ ആ അഖീദയിൽ നിന്ന് ആളുകൾ അകന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നല്ലോണം ശ്രദ്ധിക്കണം സഹോദരങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ മക്കളുടെ വിഷയത്തിൽ നമ്മളെ ഒരു സ്റ്റുഡൻസ് കോൺഫറൻസ് വരാൻ പോകുന്നുണ്ട് അടുത്ത 11-ാം തീയതി പെരിന്തൽമണ്ണ വെച്ചിട്ട്. ഈ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഡ്രഗ്സും അതേപോലെ തന്നെ നമ്മളെ കുട്ടികൾ നമ്മളുടേതല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ എന്താണ് ഒന്ന് പരിചയപ്പെട്ട പിന്നെ അടുത്ത എന്താ പറയാ, എന്റെ മകനൊന്ന് പ്രതീക്ഷിക്കണം, അല്ലെ? എന്റെ മകന് ഉപദേശിക്കണം. ഓന് നിസ്കാരത്തിന് ഇപ്പൊ പണ്ടത്തെ പോലെ ശ്രദ്ധയില്ല, ഇപ്പൊ പഠിച്ചോണ്ട് ഉണ്ട് എന്ന് ഓന് ഉറപ്പില്ല. അതേപോലെ പെൺകുട്ടികളാണെങ്കിൽ കല്യാണത്തിന് സമീപിക്കണില്ല, തട്ടടുന്നില്ല, ഒരു എല്ലാത്തിനോട് പുച്ഛാണ്. സഹോദരങ്ങൾ, ഇതൊക്കെ നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു ലെഗസി എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കളാണ് സത്യത്തിൽ. അത് നമ്മൾ ആ ദീനിന്റെ കാര്യത്തിൽ അവർക്ക് ഒരു കണിശതല്ല എന്ന് പറയുമ്പോൾ, അതിലൊരു പ്രയാസം എന്ന് പറയുമ്പോൾ, അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ പ്രയാസമാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് അതിനൊക്കെയുള്ള സൊല്യൂഷൻസ് എന്നുള്ള പേരിൽ എക്സിബിഷനും അതേപോലെ തന്നെ ഒരു കോൺഫറൻസും കുട്ടികൾക്ക് വേണ്ടി, കൗമാരക്കാർക്ക് വേണ്ടി, കോളേജ് ക്യാമ്പസ് സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ അറേഞ്ച് ചെയ്തില്ല. അതുകൊണ്ടൊക്കെ മാക്സിമം അതിൽ നമ്മൾ കുട്ടികളെ കുടുംബസമേതയിൽ പങ്കെടുപ്പിക്കണം. അതില് നമ്മളതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി ഒരു മറ്റേ അവിടെ പോകണം, അവിടെ പോയോ എന്നുള്ള എല്ലാം പറയണവരെ അങ്ങനത്തെ ഒരു രീതിയിൽ നിന്ന് നമ്മളെ ഏറ്റവും തരാം മക്കളെ നമ്മൾ സ്നേഹം കൊണ്ട് ലോക്കാക്കണം. ഒരാള് എന്താണ് തന്റെ മകന് വ്യതിചലിച്ചു പോയി, ആദർശത്തിന് വ്യതിചലിച്ച് അവസാനം ദൈവനിഷേധത്തിലേക്ക് എത്തി. ആ സന്ദർഭത്തില് ഈ ഏറ്റവും നന്നായി ഒരാൾ കൊടുത്തൊരു ഉപദേശം, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഫലപ്രദമായ ഒരു ഉപദേശം അതാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ആ ഉപദേശം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത്, എങ്ങനെ നമ്മൾ തെളിവ് കൊടുത്തിട്ടും കാര്യം, നമ്മൾ സ്നേഹിച്ചിരുന്ന മക്കളാണെങ്കിൽ സ്നേഹം കൊണ്ട് ലോക്കാക്കാൻ നമുക്ക് പറ്റുള്ളൂ. കൂടെ നിർത്തി സ്നേഹിച്ചില്ലോ. എന്റെ വാപ്പ ജീവിച്ചിരിക്കുമ്പോ ഞാൻ എങ്ങനെ ചെയ്യാ എന്ന് തോന്നുന്ന മാതിരി നമുക്ക് ചെയ്യണം. അങ്ങനത്തെ വിഷയങ്ങളിൽ നമുക്ക് ഓരോ ലോക്കാക്കാനെങ്കിലും നമുക്ക് പറ്റണം. അത് സ്നേഹം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. നേരെ പക്ഷെ നമ്മൾ വളരെ മോശമായ ഒരു വൈകാരികമായ പ്രതികരണത്തിലേക്കും നിലപാടിലേക്കൊക്കെ പോയാൽ അത് അകൽച്ച വർദ്ധിപ്പിക്കുകയും മക്കൾ എന്നേക്കുമായി നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് പരമാവധി ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹിച്ച് നമ്മൾ മക്കളെ ലോക്കാക്കണം. അതിന്റെ അർത്ഥം പറഞ്ഞൊക്കെ ചെയ്തു കൊടുക്കണം എന്നല്ല സഹോദരങ്ങളെ, അത് നമുക്ക് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് ദീന് പഠിക്കാനും മനസ്സിലാക്കാനും അത് പ്രബോധനം ചെയ്യാനും അതനുസരിച്ച് ജീവിക്കാനും വിശുദ്ധ ഖുർആൻ ഈ ദീനിൽ പറഞ്ഞാൽ മനസ്സിലാക്കാതെ ഖുർആനും ഹദീസാണ്. അതെന്നെ പഠിക്കണം. പണ്ഡിതന്മാര് പറഞ്ഞത് ഒരാളുടെ ജീവിതം അത് ഖുർആനാണ്. ആയിഷ ബീവിനെ കാണാൻ വരുന്ന താബീകളുണ്ട്, അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്നുണ്ട്. എന്താണ് നബിയുടെ ജീവിതം ഖുർആനാണെന്ന് പറഞ്ഞാൽ എന്താണ്? അതിലെ ഹലാല് ആണ് നബി ചെയ്യാം, അതിലെ ഹറാമ് നബി ചെയ്യൂല, അല്ലെ? അതിലെ എന്തൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടോ പകല് മുഴുവൻ ആ ഖുർആനെ നബി ജീവിപ്പിക്കുന്നു. പകല് മുഴുവൻ സംസാരങ്ങളിലൂടെ, ഇടപാടുകളിലൂടെ, ക്രയവിക്രയങ്ങളിലൂടെ, പെരുമാറ്റങ്ങളിലൂടെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുമുഖമായ ജീവിതത്തിലൂടെ ആ ഖുർആനെ നബി പ്രായോഗികമായി
ജീവിപ്പിക്കുന്നു. പകല് രാത്രിയോ രാത്രി ആ ഖുർആൻ പാരായണത്തിലൂടെ രാത്രിയെ നിലനിർത്തുക ചെയ്ത് അങ്ങനത്തെ ഒരു പ്രവാചകനെ പകല് മുഴുവനും ആ ഖുർആനെ പ്രായോഗികമായി ജീവിപ്പിച്ച, രാത്രി നമസ്കാരത്തിലൂടെ ആ ഖുർആനെ ജീവിപ്പിച്ച ഒരു പ്രവാചകനെയാണ് നമുക്ക് മാതൃകയാക്കിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം, നമ്മൾ എത്ര പഠിച്ചു, എത്ര രാത്രി ഓതുന്നുണ്ട്, അതെന്നെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിനെന്ത് മെച്ചുണ്ടാകണം അല്ലെ? ഓരോ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്നതാണ്. ഈ ഖുർആൻ സഹോദരങ്ങളെ, ഈ ഖുർആൻ ഇന്നൊരു ആയത്ത് ഓതിയത്, ഈ ആയത്ത് കൊണ്ട് എന്റെ ഈമാൻ എത്ര കൂടി, എനിക്ക് നാളെ ജീവിതത്തിൽ കർമ്മം ചെയ്യാൻ എന്താണ് ഈ ആയത്തിലുള്ളത്? അത് സഹോദരങ്ങളെ, അത് ഓരോ ആയത്തിലും നമ്മളെ ഈമാൻ കൂടുന്ന, പ്രായോഗികമായി ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന ആ ഓത്തായിട്ട് ആ ഓത്ത് മാറുമ്പോഴാണ് സഹോദരങ്ങളെ ഈ ഖുർആൻ നമ്മുടെ സ്വഭാവമായിട്ട് മാറാം. നബിയെ പറ്റി പറഞ്ഞല്ലോ, നബിയുടെ സ്വഭാവമായിരുന്നു ഖുർആൻ. അത് നമ്മുടെ സ്വഭാവമായി വരണമെങ്കിൽ എന്ത് വേണം? ഈ ഖുർആനിനെ ആ ഒരു രൂപത്തിൽ നമ്മൾ ഓതണം, അത് മനസ്സിലാകണം, കാര്യങ്ങൾ അറിയണം, അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ ഇങ്ങോട്ട് പുറത്തേക്ക് വരണം.